ഹായ്, ഫ്ലവേഴ്സ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നോക്കിയേ, നല്ല അടിപൊളി ഫ്ലവർ, അതിൻ്റെ വേറെ വേറെ കളേഴ്സാണ് കേട്ടോ ഇന്നത്തെ. ഈ സംഭവം എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ ഒരു കുറ്റിച്ചെടിയായി വളരുന്ന ഈ ചെടി നല്ല ഹൈറ്റിലും പോവും. അതേപോലെ ചിലർ പടർത്തിയെടുക്കുകയും ചെയ്യും, ചിലർ സാധാ ടൈപ്പിലും വളർത്തും. ഒരു മതിലിൻ്റെ പൊക്കത്തിലൊക്കെ നിന്ന് ഇതിങ്ങനെ നല്ലതായി നിൽക്കുമ്പോൾ അകലേന്ന് നല്ല ഭംഗിയാട്ടോ കാണാൻ. ആകർഷിക്കുന്നൊരു കളറാണ്, നല്ല കടുത്ത മഞ്ഞ. അതും വെയിലത്തൊക്കെ ആണെങ്കിൽ പറയേ വേണ്ട. അതിൻ്റെ 2-3 കളേഴ്സൊക്കെ കാണിച്ചു തരാം. ഇതിൻ്റെ ഇലയും മുട്ടൊക്കെ വരുന്നത് കണ്ട. ഇതിൻ്റെ കളർ ചേഞ്ച് വരുമ്പോഴും മുട്ടിനൊക്കെ ഒരേ ഷേപ്പ് തന്നെയാണ്, ഇലകൾക്കും ഷേപ്പ് ഇത്തിരിയൊക്കെ ഒരു വ്യത്യാസങ്ങളേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ മുട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. അത് വിരിഞ്ഞ് വരുമ്പോൾ അതിലേറെ ഭംഗിയുണ്ട്. അടുത്തൊരു കളറാണ് വന്നിരിക്കുന്നത്. ഇത് റോസും മെറൂണും കൂടിയിട്ടുള്ളത്. അതിൻ്റെ മുട്ടിൻ്റെ ഒക്കെ ഒരു കളർ നോക്കി, എന്ത് കളറാണ്, എന്ത് രസമല്ലേ അത് കാണാൻ. നല്ല റോസ്, പിങ്ക് റോസ് അതേ കളറും വന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിലായിട്ടാണ് നല്ല ഡാർക്ക് കളർ വന്നിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ മുട്ടിൻ്റെ ഈ തുമ്പ് ഭാഗത്ത് മെറൂൺ ആണെങ്കിലും വിരിഞ്ഞ് വരുമ്പോൾ അത് നല്ല റോസായിട്ട് വരും. ഉൾഭാഗത്ത് നല്ല മെറൂൺ കളറുമായിട്ട് വരും. നല്ലൊരു ഭംഗിയിട്ടാണ്. ഇത് നല്ല റോസ് കളറിലാണ്. അപ്പോൾ നമുക്ക് കാണാൻ നല്ല രസമുണ്ട്. ഇത് കൂട്ടായിട്ട് നിൽക്കുമ്പോൾ എന്ത് ഭംഗിയാണെന്നറിയോ. ഈ ഒരു ഫ്ലവറാണെന്ന് തോന്നില്ല, പക്ഷേ ഇതിൻ്റെ ഇല കണ്ട ഒരു ഇത്തിരി വ്യത്യാസമുണ്ട്. നേരത്തെ ഇത്തിരിയും കൂടിയും ഒരു ഓവൽ ഷേപ്പ് പോലെയൊക്കെ ആയിട്ടുണ്ട്. ഇത് നിൽക്കുമ്പോൾ ചെമ്പരത്തിയുടെ ഒരു ഫീലും ഇതിന് കിട്ടുന്നുണ്ട്. ശരിയല്ലേ, ചെമ്പരത്തിയും ഇങ്ങനെ തണ്ടുമ്പോൾ പോയിട്ട്. ഇനി ഇതിൻ്റെ ലൈറ്റ് കളറൊന്ന് നോക്കട്ടോ. ഇത് നോക്കി, പീച്ചും റോസും കൂടിയിട്ടുള്ള ഒരു കളറാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ മുട്ടിൻ്റെ ഒരു കളർ കണ്ട. എല്ലാത്തിൻ്റെയും മുട്ടിൻ്റെ അറ്റം ഭാഗത്ത്, അഗ്രഭാഗത്ത് വരുമ്പോൾ ഡാർക്ക് കളറാണ്. പക്ഷേ ഇത് വിരിഞ്ഞ് കഴിയുമ്പോൾ എതിള് ഭാഗത്ത് ലൈറ്റ് കളറും ബാക്കി തണ്ട് ഭാഗത്ത് ഡാർക്ക് കളർ. നേരെ ഓപ്പോസിറ്റ് ആവുകയാണ്. അതെല്ലാ മുട്ടിനും അത് തന്നെയാണ് അവസ്ഥ കേട്ടോ. നേരത്തെ കണ്ടപ്പോഴും ഇനി വരാൻ പോകുന്ന കളറിനും അത് തന്നെയാണ് അവസ്ഥ. യെല്ലോയ്ക്കും അത് തന്നെയാണ് അവസ്ഥ. എതളുകളുടെ ഭാഗം വരുന്ന കൂർത്ത ഭാഗത്ത് ഡാർക്ക് കളറും ഒരു മുട്ടായിരിക്കുമ്പോൾ കണ്ടോ. അതേസമയം ഇത് വിരിഞ്ഞ് കഴിയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആവും. ഇതിലെ ഭാഗത്ത് ലൈറ്റ് കളറും ഉള്ളിൽ ഡാർക്ക് കളറുമായിട്ട് വരും. കണ്ട, ഇതാണ് അതിൻ്റെ വ്യത്യാസമില്ലേ, കണ്ട. ഇതാണ് അത്ര വ്യത്യാസം. പക്ഷേ ഇതും അത് എന്ത് ഭംഗിയാണെന്നറിയോ, പീച്ചും റോസും കലർന്നൊരു കളർ. ഇനി അടുത്തതാണ് ഈ ഡാർക്ക് കളർ. ഇതിൻ്റെ തണ്ടിനൊക്കെ ഒരു മഞ്ഞ കളർ വന്നിട്ടുണ്ട് കേട്ടോ, നല്ല യെല്ലോ കളർ വന്നിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ നല്ല റോസ്, കടുത്ത റോസ്. അതിൻ്റെ ഉള്ളിൽ മെജന്തയാണ് വന്നിരിക്കുന്നത്. ഏറ്റവും സെൻട്രലായിട്ട് ഒരു യെല്ലോ ഒരു ഡോട്ട് പോലത്തെ ഒരു ഇതും വന്നിട്ടുണ്ട്. ഇത് നല്ല രസമുണ്ട് കൂട്ടായിട്ട് നിൽക്കുമ്പോൾ. ഇതിൻ്റെ ഇലയും നമ്മൾ തൊട്ട് മുമ്പ് കണ്ടതിൻ്റെ ഇലയും ഏകദേശം സാമ്യമുണ്ട് കേട്ടോ. ആദ്യം കണ്ട യെല്ലോൻ്റെ ഇലയ്ക്ക് മാത്രമാണ് ഇത്തിരി വ്യത്യാസം. ഇതിൻ്റെ ഒക്കെ ഇല ഏകദേശം സാമ്യം തന്നെയാണ്. അപ്പോൾ ഈ ഫ്ലവറിൻ്റെ പേരറിയാവുന്നവർ കമൻറ്റ് ചെയ്യും. അതേപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ കമൻറ്റ് എന്തായാലും നിങ്ങളുടെ എന്തഭിപ്രായമായാലും കമൻറ്റ് ഇടുക. അപ്പോൾ അതുവരെ അടുത്ത വീഡിയോ ആയി വരുന്നവരെ താങ്ക് യു.